മുണ്ടോലി ക്ഷേത്രത്തിന് തൊട്ട് സമീപമാണ്. ഒരു താറാവിൻ്റെ കൂടാണ് അവിടെ തന്നെ. ഉണ്ടോ ഒരു താറാവിനെയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക, പമ്മി തലയൊക്കെ നീട്ടി ഇങ്ങനെ. താറാവാകത്തിരിക്കുന്നത്. താറാവ് ഇടക്കിരിക്കുന്നുണ്ട് അത്രയും വണ്ണം. ഇറക്കുന്നുണ്ട് കേട്ടാ. മൂവ് അതങ്ങോട്ട് പുറകിലോട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ടോ? അല്ല എന്റെ അത് അതാ പറഞ്ഞേ, ആ തീറ്റേ ഉള്ളി കിടക്കുന്ന താറാവ് ബാക്കിലോട്ട് നീങ്ങുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് കക്കോ തിരിച്ചാണ് അങ്ങനെ കളയുന്നില്ലേ? എന്തിനാ പിന്നെ ഇത് പിടിക്കുന്നത്? ആ ഇല്ലെങ്കിൽ എന്തോട്ടാ ലോക്കായെന്ന് മനസ്സിലായി. ഇപ്പൊ എത്ര നിങ്ങളെ കാണും ഒരു ഉദ്ദേശം? 8 അടി. ആ എന്താ പ്രായം കാണുന്നല്ലോ അറിയാട്ടോ പറയുന്നത് അല്ലേ? പിന്നെ മെയിലും ഫീമെയിലും അതും പറയാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക ടെസ്റ്റുകളുണ്ട് ഇതിന് രണ്ടിനും. പ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് ടെസ്റ്റ്? പ്രോപ്പ് ടെസ്റ്റ്. ഇതിന്റെ ലിംഗത്തിലൂടെ ബാക്കിലാണ്, അകത്തോട്ടാണ്. അത് അതിലൂടെ ഒരു പ്രത്യേക സാധനം കൊണ്ട് കയറ്റി വിടും. നീളം വെക്കുന്നുണ്ടല്ലോ. ഉള്ളിലേക്ക് പോകുന്നെങ്കിൽ അത് മെയിലും, ഒത്തിരി ഉള്ളിലേക്ക് പോകുന്നില്ലെങ്കിൽ അത് ഫീമെയിലുമാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ പ്രായം നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ സ്കെൽറ്റോക്രോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിന്റെ സ്കെൽറ്റ് ഡെത്താകണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് വെച്ച് ലാബ് പരിശോധന നടത്തണം. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മധ്യഭാഗം വല്ലതും ഡെത്തായതിന്റെ സാധനം കട്ടാക്കിയിട്ട് ഈ നമ്മുടെ പണ്ട് തേക്കിന്റെ ഒക്കെ, പണ്ടല്ല ഇപ്പോഴും അത് തന്നെ, തേക്കിന്റെ ഒക്കെ പ്രായം നിർണ്ണയിക്കുമല്ലോ ചില പ്രോസസ്സിലൂടെ. അതിന്റെ ആ വളയം റിങ് നോക്കിയാണ് എന്ത് ചെയ്യുന്നത്, പഴക്കം നിർണ്ണയിക്കും. എത്ര അങ്ങനെ 2 നിലകളിൽ നിർണ്ണയിക്കാം. അതല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മളൊരു പാമ്പിനെ എന്ത് ചെയ്യണം, മുട്ട വിരിയുമ്പോൾ മുതലേ നമ്മളെടുത്ത് വളർത്തണം. നമുക്ക് പെർമിഷൻ ഇല്ല. പോയി കിടക്കുക. ആ വിനുവിന്റെ വളത്തിൽ ഇപ്പോഴും ഉണ്ടെന്നു അവനെ വലയാക്കി വെച്ച് താറാവ് അവിടെ വരെ പോയി നിൽക്കുക. ലൈവായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജസ്റ്റ് ഇതിനെ ഷോയ്ക്ക് വേണ്ടിയല്ല, നമ്മൾ ഷോ പരിപാടിയേ ഇല്ല. ലൈസൻസ്ഡ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു റെസ്ക്യൂർമാർക്കും ഷോ പരിപാടിയില്ല. എന്നാൽ ഇത് നമ്മൾ 10-12 ദിവസത്തോളം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തന്നെ ഇവർ താറാവിനെ തിന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങ് ഒമിറ്റ് ചെയ്യുന്നെങ്കിൽ അത്ര ഉപകാരം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ ഒമിറ്റ് ചെയ്യുന്ന സാധനം പുഴുവൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമേ കാണത്തുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ എപ്പോഴും സഞ്ചിക്കകത്തിലാക്കി നമ്മളങ്ങനെ പ്രദർശനം എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. ഒമിറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് പോർഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുകയായിരുന്നു സാധനം. ഒമിറ്റ് ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സഹായം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ സഞ്ചി തുറന്നു നോക്കാറില്ല. ഫോറസ്റ്റ് വരുന്നത് വരെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ലൈവിൽ കാണുന്നവർ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. എന്താ ഒരു പാമ്പിനെ പിടിച്ചേണ്ട് ഷോ കാണിച്ചു എന്ന്. ഷെഡ്യൂൾ 1-ൽപ്പെട്ടതാണ്. ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ പോലും ഷോ കാണിക്കാനോ എടുക്കാനോ പറ്റില്ല. 4 വർഷം മുതൽ 7 വർഷം വരെ അകത്ത് പോകുന്ന ശിക്ഷണ നടപടിയാണ്. വരുവാ
ഇതുവരെ ആയുള്ളൂ. ഇറക്കുന്നില്ല അത്, അതുകൊണ്ടാ. തിരിച്ചിറക്കണം. ഇറങ്ങുന്ന ഒരു താറാവാണ് അതിന്റെ വയറ്റിൽ ഫുൾ താറാവ്. ഒരു താറാവാണ് അതിന്റെ വയറ്റിൽ കിടക്കുന്നത്. അതിനകത്ത് നോക്കണം അങ്ങനെ. ഇങ്ങോട്ട് മാറി ഇറക്ക് ഇറക്ക്. വായി ഇത്ര ഉള്ളല്ലേ ഇത്. താറാവ് ഇങ്ങനെ അവിടെ വന്ന് പോട്ടെ 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 പോട്ടെ. കാല് അത് കാല വരുന്നത് കേട്ടോ. ആദ്യം അത് കട്ട് ചെയ്തെടുക്കണം, അത് മാത്രമായിട്ട് എടുക്കണം. ഇല്ല, ഇത് ചേട്ടന്റെ ഫോണല്ല. അല്ലെണ്ണ അതിന്റെ കാല് മാത്രമേ വരണുള്ളൂ. താറാവിനെ അല്ലെ, കഴിച്ച താറാവിനെ അത് തിരിച്ച് വേണ്ട കക്കി എടുക്കുന്നുണ്ട. എടുക്കുന്ന സീന കണ്ടോ. എടേ പോട്ടെ. അയ്യോ എന്റെ താറാവേ. ഇനി ചാടും. ഇനി ചാടും. ഓ പടല് വേറെ. ഇത് താറാവിന്റെ താറാവിനെ നോക്കിയാലോ. പിള്ളേരെ ചോദിച്ചിട്ടുണ്ട് കാരണം തന്നെ